ഇത് ഇതെനിക്ക് തന്നെ ഓഫീസിൽ നിന്ന് തന്നായിരിക്കും അല്ലേ? ആനന്ദു അവർ തന്നാന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഒരു ഗിഫ്റ്റ് ഇങ്ങനത്തെ ഗിഫ്റ്റ് ആയിരുന്നു. നമ്മുടെ ഓഫീസിലെ പിള്ളേർ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. പേരില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് എല്ലാം ഒന്നും തുറന്നാലോ? എല്ലാം ഓപ്പൺ ചെയ്തു. ഞാനും ഇവിടെ നോക്കുന്നു. നല്ല ഇലുബേബിക്ക് ഉറക്കം വരുന്നുണ്ട്. നമ്മള് ലേറ്റ് നൈറ്റ് ആയി, ഞങ്ങളെല്ലാം ഇതിലും പേരില്ല കേട്ടോ. സോ എക്സാക്ട്ലി നമുക്ക് അറിയില്ല ആൾക്കാർ ആരാന്ന് അറിയത്തില്ല. പക്ഷെ ഇതും ചെരുപ്പാണ്. നല്ല ക്യൂട്ട് ഷൂ. രണ്ടെണ്ണം ഉണ്ടോ? രണ്ടെണ്ണം ഉണ്ട്. ഇതൊരു ടെഡി ബിയർ ആണ്. നല്ല ടെഡി ബിയർ. നല്ല താങ്ക് യു സോ മച്ച്. ഇതിവിടെ വെക്കാം. ഇതിവിടെ വെക്കാം. ഞാനിത് വൺ മോർ ടെഡി ഉണ്ട് ഇവിടെ. അത് ഒരുപാട് നമുക്ക് തന്ന ടെഡിയാണ്. ഇത് മിനിസോയിലാ. മിനിസോയിൽ. ഇതിന്റെ സെയിം ഓരോ ഡിഫറെന്റ് കളർ കൂടി നമുക്കുണ്ട്. ആദ്യം വിജയശേഖരനൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് തന്നത് ഇതിന്റെ ഒരു പിങ്ക് കളർ ആയിരുന്നു. ഇത് ആരാ തന്നെന്നറിയാമോ? ആരാന്നറിയോ? എനിക്കറിയാം. അനീഷ് ചേട്ടൻ അല്ലേ? ആണോ അച്ഛേ? ഇനി നെക്സ്റ്റ് തുറന്നു. അപ്പത്തേക്ക് ഞാൻ ഈ ചെരുപ്പം തുറക്കട്ടെ. നാളെ നേരം വെളുത്താലും ഇത് ഞാൻ തുറന്നു കഴിയോ? ഓക്കെ, സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് വൺ. ഈ ഗിഫ്റ്റ് തന്ന ആളുടെ പേരില്ല. ചെരുപ്പ് തുറന്നു. ഓക്കെ, രണ്ട്. ഇത് നമ്മുടെ കുഞ്ഞിന്റെ കാല് നല്ല സോഫ്റ്റ് ഷൂ ആട്ടോ. ഇത് തൊട്ട് വെക്കടി അല്ലേ? വേദനിക്കത്തില്ല ഇട്ടാല്. സോഫ്റ്റ് ആണ്. ഓക്കെ, ഒരെണ്ണം പിങ്ക് ആണ്. ഇത് 12 month പ്ലസ്. ശരിക്കും ഇലു ഇപ്പൊ കളിക്കേണ്ട സമയമായതാ. ഇത് കളർഫുൾ. ഇതിന് എന്താ പറയുന്നത്? നെസ്റ്റിംഗ് എഗ് എന്നാ പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ പല പല കളറിൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് ഓരോന്ന് തുറന്നു. ഇത് നല്ലൊരു ടോയാ. ബേബി 1 yearല് ഒരു പിങ്കും ഒരു സോ ക്യൂട്ട്. അത് ട്വിൻസ് ആയിരുന്നെങ്കിൽ നമുക്ക് രണ്ടിനും ഒരുമിച്ച് ഇടായിരുന്നല്ലേ? കിട്ടിയോ? ഇത് നെക്സ്റ്റ് ഇത് പിടിച്ചോ. ഞാനിത് എടുക്കാം. ഇത് ആളുണ്ട്. അതാരാ? ഇത് സാൻവി. രണ്ട് സാൻവിയാ? ഇത് രണ്ടും ഒരാളായിട്ട് തന്നത്. അപ്പൊ നമുക്ക് രണ്ടും ഒരുമിച്ച് എടുക്കാം. സാൻവി കാണുന്നുണ്ടെങ്കിൽ സാൻവിയുടെ പെട്ടി ഞങ്ങൾ പൊട്ടിക്കുകയാണ്. ലൂന് ഉറക്കം വരുന്നുണ്ട്. ലൂനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ശരിക്കും എനിക്ക് തോന്നുന്നു 1 month 1 year അല്ലേ? 1 year പ്ലസ് ആയിരിക്കും. ഈ കാണുന്ന ടോയാണ്. ഒന്ന് കാണിക്കണേ, അടുത്തൊന്ന് കാണിക്കണേ. സോ ഇത് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം ഉള്ളത് ഏകദേശം ഒക്കെ ഡാമേജ് ആവാനായി. ഓക്കെ, താങ്ക് യു. അടുത്ത അവരുടെ ഒരു ബോക്സ് കൂടെ ഉണ്ട് അതിനകത്ത്. ഇതൊരു ടോയ് ആണ്. ലേണിംഗ് ടോയ് പോലത്തെ ഒരു ഐറ്റം ആണ്. ഇത് അതായത് ഇതിന്റെ ഉള്ളിൽ ഐറ്റംസ് ഉണ്ട്. ട്രയാങ്കിള്, സർക്കിൾ. അത് ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിനുള്ളിൽ പ്ലേസ് ചെയ്യണം. അപ്പൊ അവരുടെ ഒരു ലേണിംഗ് കോർഡിനേഷൻ പവർ എല്ലാം നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. ഉണ്ടോ? കുറെ ഐറ്റംസ് ഉണ്ട്. അത് മാച്ച് ആയിട്ടുള്ളത് ഇതിന്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇത് വേറൊരു ബോക്സ്. ഈ ഒരു ബോക്സിലാണ് ഉടുപ്പ് വന്നിരിക്കുന്നത് അല്ലേ? നല്ലൊരു പിങ്ക് ഉടുപ്പ്. പിങ്ക് ഉടുപ്പിൽ ചെളി പറ്റിയിട്ടുണ്ടോ? താങ്ക് യു. പിങ്ക് ഉടുപ്പാണ്. എഗെയിൻ പിങ്ക് ഉടുപ്പ്. എനിക്കറിയില്ല ഇതിന്റെ ഇടയ്ക്കെല്ലാം എന്തെങ്കിലും മിസ്സായി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ എടുത്തതെല്ലാം ഫ്രണ്ടിൽ വെക്കാം. ഓക്കെ, അടുത്ത ബോക്സ്. അത് തന്ന ആളുടെ പേരില്ലല്ലോ? പേരില്ല. ഇത് ഞങ്ങളുടെ ഓഫീസിലെ മെറീന മാമ വലിയൊരു ബോക്സ് ആയിരുന്നു തന്നു. മെറീന മാമ തന്നേ തോന്നുന്നു. ഇത് അനീഷ, ഞങ്ങളുടെ ഓഫീസിലെ കുഞ്ഞ. അവള് തന്ന ഗിഫ്റ്റ്. പ്രത്യേകം പറഞ്ഞ ചേച്ചി ഇത് ഞാൻ തന്നതാണ്, അതുകൊണ്ട് ഇതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം.
പക്ഷെ ഇന്ന് ഇത് ഇടാൻ പറ്റത്തില്ല, ഇലുക്ക് ഉറങ്ങും, അതുകൊണ്ട് ഞങ്ങൾ ഇടും കേട്ടോ. എല്ലാവരുടെയും ഗിഫ്റ്റ് കിട്ടും. ഞങ്ങൾ ഇടും. ആ ഇത് കുറേ ഗിഫ്റ്റ് ഉണ്ട്. ഫുൾ ഓഫ് ഡ്രസ്. ആ ഇതെനിക്ക് ഇഷ്ടമായി. ഐ ലവ് ഡാഡ്. ഇതെനിക്ക് ഇഷ്ടമില്ല. ഐ ലവ് ഡാഡ് ആണ്. മോമില്ല, അതുകൊണ്ട് മോമിൽ ചെറിയൊരു കോംപ്ലക്സ് അടിച്ചിട്ടുണ്ട്. അയ്യാ നീ പാവടല്ല, ശ്രദ്ധ പോലത്തെ വള്ളി വള്ളി. നല്ല ക്യൂട്ട് ഡ്രസ്. അതിനൊക്കെ ഇഷ്ടംപോലെ ഉടുപ്പുണ്ടോ? ഉടുപ്പ്. ആ ഞങ്ങളുടെ ബർത്ത്ഡേ തീമായിരുന്നു കേട്ടോ ഇത്. ഇതല്ലേ അനീഷ് തന്നെ? അറിയില്ല കേട്ടോ. ഓക്കെ, അല്ലല്ല അനീഷയുടെ ഇതാ. ആണോ? ഇത് നല്ല ക്യൂട്ടാണ്. ഇത് ഈ സെയിം കളർ ആയിരുന്നു നമ്മുടെ ബർത്ത്ഡേയുടെ തീം അതായിരുന്നു. ഇതിന്റെ ഡ്രസ്സും അതായിരുന്നു അല്ലേ? നല്ല രസമല്ലേ? ഒരു സീക്വൻസ് ടൈപ്പ്. പക്ഷെ ഇതെല്ലാം ഇട്ടിട്ട് നമ്മളിങ്ങനെ പോണം, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ലതാ. തീർന്നു? അടുത്ത ഇല്ല 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 തീരെ അടുത്തത് ഇല്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ എടുക്കുന്ന ഗിഫ്റ്റ് സുരേഷ് ചേട്ടനും ലളിത ചേച്ചി അവരുടെ ഫാമിലി തന്നതാണ്. ഇത് അനീഷയുടെ പെട്ടി തുറന്നു. ഒരു സ്റ്റിക്കർ കൂടെ ഉണ്ടോ? 2 സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതിയായിരുന്നു മോനെ. ഓക്കെ, ഇതിലൊരു മിക്കി മൗസ് ഉണ്ട്, പിന്നെ 2 ഉടുപ്പുണ്ട്. അല്ലല്ല ഇത് ടോപ്പ്. അത് ഇത് പാവാട. ഇതില് നമ്മള് പാവാട ഇടിച്ചിട്ടില്ലല്ലേ അധികം. ഇടിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. യൂഷ്വലി ഇടാറില്ല. ഡെയിലി അങ്ങനെ നമ്മള് പാന്റ് നിക്കറോ ഡെയിലി ഇലുവിനെ ഇടിക്കുന്നത്. ഇത് സുരേഷ് ചേട്ടനൊക്കെ ഗിഫ്റ്റ് ആണ്. ഇതൊരു യൂണിക്കോൺ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ ഗേൾസിന്റെ ഒരു ടൈപ്പ് ആണ് ഇത്. ബേബിന്റെ ഒരു ഗിഫ്റ്റ് സെറ്റ്. ഇതിന്റെ ഉള്ളില് ഹിമാലയയുടെ ഗിഫ്റ്റ് സെറ്റ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ കാണുന്നത്. യെസ്, ഇനി ഇതാണ്. ഇത് കല്യാൺ. ഇത് വീട്ടിൽ നിന്ന് ശരവഞ്ഞാന്റെ പപ്പായും മമ്മിയും വന്നപ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ്. ഇലോന് ജീൻസും യെല്ലോ ഇതും നല്ല കളർ കോമ്പിനേഷൻ നല്ലതാണ്. അത് ഞാൻ അതല്ലേ ലിജി കൊണ്ടുവന്ന് തന്നത്. ഇതിനുള്ളിലാണ് ഗിഫ്റ്റ് തന്നെ. ഇതിനുള്ളിൽ കുറച്ച് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മള് ഓൾറെഡി എടുത്തുപോയി. ഒരു ഉടുപ്പ്, നല്ല ഉടുപ്പ്, നല്ല കളറൊക്കെ ഉണ്ട്. ഇത് ഈ കളറിന് എന്താ പറയുന്നേ? എന്തൊരു പേര് പറയല്ലോ? എന്താ പേര്? ഇത് പ്യുവർ വൈറ്റ് ഒരു ഡ്രസ്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ 1-2 ഫോട്ടോ എടുത്തു. ഇത് ഇതിന്റെ കൂടെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് ഇങ്ങനെ ക്ലിപ്പ് ഓൾറെഡി യൂസ് ചെയ്തു, ഓൾറെഡി എടുത്തു. ഓക്കെ, ഇതിട്ട് പിന്നെ ഇനി ഏതെങ്കിലും നമ്മൾ പൊടിക്കണം കേട്ടോ. നോക്കിയേ, മിനീസ് ഇതല്ലേ? യെസ്. ഇതാ ഞാൻ പറഞ്ഞത്. ഇത് 2 സെയിം ആണ്. ഇത് അനീഷേട്ടനൊക്കെ തന്നാണ്. ഇത് പ്രീതി ചേച്ചിയൊക്കെ തന്നാണ്. ഇത് 2 മിനീസോ വൈറ്റ് ആൻഡ് പിങ്ക് അല്ലേ? കഴിഞ്ഞോ? ഇനി അത് ഗോൾഡിന്റെ അല്ലായിരുന്നോ? ഗോൾഡ് അല്ലല്ല ഉണ്ട്. നെക്സ്റ്റ് ഞങ്ങക്ക് മൊത്തം മിക്സ് ആയിപ്പോയി. ഏതൊക്കെ പൊട്ടിക്കാനുള്ളത്, ഏതൊക്കെ പൊട്ടിച്ച് കൊറേ ഗിഫ്റ്റ് വന്നുകൊണ്ട് കൺഫ്യൂഷൻ. ഈ ഗിഫ്റ്റ് ബാർബിയാ? ഡോള് ആലിയ. ശരിക്കും ബാർബി റോഡിലൊന്നും കാര്യം എനിക്കിപ്പോ അങ്ങനെ അറിയത്തില്ല. നമ്മൾ വാങ്ങിയിട്ടില്ലല്ലേ ഡോള്? ബാർബിയുടെ ബാർബി അല്ല, ഒരു ബാർബി ഗേളിനെ പോലെ ഒരു ആലിയ. ഇത് തന്ന ആള് ഞാൻ തുറന്നു കേട്ടോ, മേഘന ആൻഡ് ആനന്ദ്. അവര് തന്ന ഉടുപ്പ്. ഇങ്ങനത്തെ ഡ്രസ്സാണ് ഞങ്ങള്
സെയിം ഇപ്പൊ ഇത് ഹോപ്പ് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഡിവിനിറ്റി മാൾ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് സ്ഥിരം ഡ്രസ് എടുക്കുന്നത് വെസ്റ്റ് സൈഡില സെയിം വെസ്റ്റ് സൈഡിന്റെ സെയിം ഇത് തന്നെ. ഈ ഒരു കളർ കോമ്പിനേഷൻ മാത്രം വൈറ്റ് എപ്പോഴും എടുക്കും. യൂഷ്വലി വെസ്റ്റ് സൈഡില് പോയിട്ട് ഡ്രസ് എടുക്കുന്ന ബേബീസിന്റെ ഒക്കെ അവിടെ നിന്നായിരിക്കും എടുക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ പോയി എപ്പോഴും നല്ല ക്ലോത്ത് ആണ് വെസ്റ്റ് സൈഡിന്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെസ്റ്റ് സൈഡ്. എനിക്ക് ഇഷ്ടം, നല്ല രസം. അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് ഞങ്ങള് ഉടുപ്പ് ഇടുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ഡ്രസ്സാണ്. അതാകുമ്പോ ഈസി ആയിട്ട് വേറെ ചെയ്യാലോ, കൊച്ചിനും കംഫർട്ടാണ്. പിന്നെ നമുക്ക് വേറെ അത് ഓപ്പൺ ചെയ്തല്ലേ, ഇതെല്ലാം ഓപ്പൺ ചെയ്ത. പിന്നെ മെയിൻ സാധനം 2 വണ്ടി. ഇത് ഒന്ന് ക്ലോസ് എടുത്തു. ഇതിലാണ് ശരിക്കും നമ്മുടെ ബർത്ത്ഡേയുടെ എടുത്തോ ഒരു ദിവസം മുമ്പ് ഇലുവിന്റെ ആന്റി ഇതാണ് ഇലുവിന്റെ ആന്റി അങ്കിള് ഇലുവിന്റെ അങ്കിള് ഷെറുവിന്റെ സിസ്റ്റർ. സോ ഇവര് പ്ലാൻ ചെയ്ത് നമുക്ക് ഓർഡർ ചെയ്ത് തന്നതാണ്. ഇത് വന്നപ്പോ തന്നെ ഇലു ഓപ്പൺ ചെയ്ത ഒരു ചെറിയ ക്ലിപ്പ് നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്തിടാം. ഓക്കെ, എൻട്രി ഞങ്ങൾ ഇതിലായിരുന്നു കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് സർപ്രൈസ് ആയിട്ട് നമ്മുടെ കോളേജിലും ഓഫീസിലൊക്കെ ഉള്ള പിള്ളേർ എല്ലാരും കൂടെ ചേർന്നിട്ട് വീണ്ടും കൊണ്ടുവന്ന് പറഞ്ഞതാണ്. ഇതിൽ ഇലോറ ഉണ്ട്, ഇത് പോലീസ്. രണ്ടിനും ഏകദേശം ഒരേപോലെ. ഇതില് നമുക്ക് നമ്പർ പ്ലേറ്റ് ആയിട്ട് ഇലോറയുടെ പേര് തന്നെ അവര് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഏകദേശം ഒരേപോലെ. രണ്ടും ഇലോന് ഇഷ്ടമാണ്. ഇലു കാറിൽ കയറിയിട്ട് രണ്ടും ഓടിക്കും. ഓക്കെ, സോ താങ്ക് യു. ഇത് തന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് താങ്ക് യു സോ മച്ച്. ആൻഡ് അതുപോലെ ഇത് തന്ന പൊന്നിക്കും മെൽവിനും താങ്ക് യു. ഇതിൽ ഏതെങ്കിലും ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ മറന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം കവറായി അല്ലേ? ഇനി ഇതെല്ലാം ഒതുക്കില്ല. ഇതിൽ ഓപ്പൺ ആക്കിക്കോ. ഇനി ഓപ്പൺ ചെയ്യാറുണ്ട്, ഇനിയും ഗിഫ്റ്റ് ഉണ്ട്. ഇതുണ്ട് കേട്ടോ. ബെസ്റ്റ് വിഷസ് മിന്നു ആൻഡ് ദേവദാസ്. മിന്നു ദേവദാസ് ഓക്കെ. അവരാ നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയുള്ള ആൾക്കാരാ. ഇത് ഇലൂടെ ഡ്രസ്സാ. അയ്യോ, ഇതുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ഇത് ഇലോന് മേടിച്ചിട്ടുണ്ടായിരുന്നേ. കറക്റ്റ് അല്ല, ഇത് അല്ലേ 6 മന്ത്സിൽ ഇത് മേടിച്ചിട്ട് ഇതിന്റെ കുറെ ഫോട്ടോ. ഇത് എനിക്ക് ഭയങ്കര എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൂടുതലും യാത്രയൊക്കെ ചെയ്തപ്പോ ഇതായിരുന്നു. അപ്പൊ ഇത് ഞാൻ കണ്ടായിരുന്നു. ഞാനിത് വെസ്റ്റ് സൈഡിൽ പോയപ്പോ 1 ഇയർ ഓൾഡ് കണ്ടിട്ട് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു തവണ മേടിച്ചല്ലേ, അപ്പൊ പിന്നെ എന്തിനാ മേടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പോന്ന. സോ ഇത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് ഏതായാലും 6 മന്തിൽ ഇടാൻ പറ്റും, 1 ഇയറിൽ ഇടാൻ പറ്റും. ഇത് അടുത്തത് ഉടുപ്പിന്റെ ഇത് നല്ല രസമുണ്ട്. ഇത് അതിന്റെ ഫ്രണ്ടില് പോക്കറ്റ്, അത് ഉള്ളിലിടുന്ന. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റുകളാൽ നിറഞ്ഞു. ഇനി വേറൊരു ഗിഫ്റ്റ് ഉണ്ടോ? ഇത് ഇലുവിന് കിട്ടിയതാണ്. അല്ല, ഇലുവിന്റെ അമ്മയ്ക്ക് കിട്ടിയതാണ്. ഇതെനിക്ക് തോന്നുന്നത് 1-2 ആൾക്കാർ ശരിക്കും നമുക്ക് ഗിഫ്റ്റ് ചെയ്ത സമയത്ത് ബേബിക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് കിട്ടും. സോ പേരൻസിനായിട്ട് തരുന്നതെന്ന് പറഞ്ഞിട്ട് തന്നായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാർ 1 ഇയർ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പേരൻസിനും കൂടെ കിട്ടും. കാരണം ബേബീസിന് ഉടുപ്പ് ടോയ്സ് ഇഷ്ടംപോലെ കിട്ടും. പേരൻസ് ആക്ച്വലി നമ്മള് 1 ഇയർ മദർഹുഡ് അല്ലെ, അവര് ബേബിക്കും ഉണ്ട് പ്ലസ് മദറിനും കൂടെ വാങ്ങിച്ചത് കേട്ടോ. അത് മേക്കപ്പിന്റെ ഞാനത് വായിച്ചതാ. ഇത് ഡ്രസ്സല്ലേ? സുബിത്ത് ഗായത്രി. ഓ, ഇത് കുഞ്ഞിനല്ല, ഇതും കേട്ടോ. ഇത് അവർ എനിക്ക് തുറക്കണം. ഞാൻ ഇത് നോട്ടാക്കി വെക്കട്ടെ. ഇതൊന്നും ഞാൻ നോക്കട്ടെ. ഇതൊന്ന് ക്ലോസ് കാണിച്ചോ. ഇത് ബോഡി ബട്ടർ, ബോഡി സ്ക്രബ്. എം കഫേന്റെ കേട്ടോ. നല്ല പ്രൊഡക്റ്റാ, സൂപ്പർ, നല്ല സ്മെല്ലാ. ഞാനിത് കണ്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അധികം മേക്കപ്പ് സാധനങ്ങൾ. ഇത് ലവിന്റെ കേട്ടോ, സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് നല്ലതാ കണ്ടോ. ഇത് ലൈക്ക് 1 ഇയർ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്തതിന് അവര് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്കിൻ കെയർ എല്ലാരും മറന്നു പോകുന്നൊരു കാര്യമാണ്. ശരിക്കും നമ്മള് പേരൻസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. എല്ലാരും ബേബീനെ മാത്രം കൺഗ്രാജുലേറ്റ് ചെയ്യണം അല്ലേ? ചെറുചേട്ടനെ എന്നെ താങ്ക് യു. ഇത് മേക്കപ്പ് ബോക്സാ. മേക്കപ്പ് ബോക്സ് ഇതെന്താ അറിയോ? നമ്മള് ഇന്നലെ
ഡിവൈയിൽ പോയപ്പം ഇതില്ലേ അരോമ വരുന്നത്. അരോമ വരുന്നേ അതിലൊഴിക്കുന്നേ. ഓ ആണോ? നമ്മളത് എടുത്തില്ലല്ലോ, പക്ഷെ നമുക്ക് അത് ഡിഫ്യൂസർ കിട്ടും. ഡിഫ്യൂസർ. താങ്ക് യു. അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ ഇട്ടാലും മതി കേട്ടോ. ഇതിങ്ങനെ സ്പ്രേ ചെയ്താൽ മതി. ഇതിന്റെ മണം കേട്ടിട്ട് നല്ല വിക്സ് മുട്ടായുടെ മണം പോലെ ഇല്ലേ? ഞാൻ പറയട്ടെ, വെള്ള വിക്സ് മുട്ടായി പറയാൻ ഞാൻ സമ്മതിക്കുന്നില്ല. അയ്യോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തോ? ഇല്ല. അയ്യോ ഇത് ഓപ്പൺ ചെയ്തില്ല. ഇത് വേറൊരു ഗിഫ്റ്റ് ആണ്. ഈ ഗിഫ്റ്റ് തന്നത് അറിയില്ല, പക്ഷെ നല്ല ഡിഫറെന്റ് കളറാണ്. ഒരു ഡാർക്ക് ഗ്രീൻ പ്ലസ് യെല്ലോ പ്ലസ് ഓഫ് വൈറ്റ്, നല്ലൊരു കോമ്പിനേഷൻ കളർ. നൈസ് ക്ലോത്ത്, വെരി ബ്യൂട്ടിഫുൾ. നമ്മള് ഇങ്ങനെ കാണുമ്പോ ഉള്ള ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന സാധനത്തിനേക്കാൾ കൂടുതൽ ചില ഡ്രസ്സസ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു സോ മച്ച്, സോ മച്ച്. മേക്കപ്പ് കിറ്റ് അല്ലേ? അത് മേക്കപ്പ് ബോക്സ്. ഓൾമോസ്റ്റ് എവരിതിങ് ഫിനിഷ് ആയി തോന്നുന്നു അല്ലേ? എന്തോരം ഗിഫ്റ്റ്. അടുത്ത ദിവസം ഇങ്ങനെ ആയിരിക്കും പോകുന്നില്ല. ഹായ് ഇല്ലുണ്ട് അമ്മ ഇവിടെ ഇങ്ങനെ ഇല്ലുനെ പിടിക്കാൻ. സോ ഇത് കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒത്തിരി വിഷസ്, അതേപോലെ നിങ്ങളുടെ പ്രസൻസ്, അത് വലിയൊരു ഗിഫ്റ്റാണ് അല്ലേ? സോ 1 year സക്സസ്ഫുള്ളി ഇലു ബേബിന്റെ കൂടെ ഞങ്ങളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി ഒത്തിരി വർഷം അല്ലെ, ഒത്തിരി വർഷം ഇലുവിന്റെ കൂടെ നല്ല പേരൻ്റായിട്ട് ഞാൻ അപ്പയ്ക്കും അമ്മയ്ക്കും നല്ല ആൻറ്റിക്കും ഒക്കെ ഇരിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങളുടെ പ്രയേഴ്സ് ആൻഡ് വിഷസ് ബ്ലെസ്സിങ്സ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഈ ഒരു വീഡിയോ ഒരു യൂട്യൂബ് വ്ലോഗ് ആ ഒരു പർപ്പസ് ഒന്നും എടുത്തതല്ല, ജസ്റ്റ് ഒരു മെമ്മറി പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഡെഫിനറ്റ്ലി അതിനോ ഒത്തിരി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും ഇതിൽ. കാരണം നമുക്കിങ്ങനെ ഡെയിലി വ്ലോഗ് കാര്യങ്ങൾ ചെയ്തിട്ട് അത്രയ്ക്ക് വലിയൊരു നോളജ് ഇല്ല. സോ ഇലുബേബി ഇതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങി. ഓക്കെ, അപ്പം അങ്ങനെ ഒരു അറിവൊന്നുമില്ല. ബേസിക്കലി നമ്മൾ വീഡിയോസ് എടുത്തിട്ടുള്ളത് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ ഇലുവിൻ്റെ ഒരു വീഡിയോ ഇൻ ഫ്യൂച്ചറിലും യൂട്യൂബ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വിശ്വാസം അല്ലേ, ഉണ്ടാവുന്നതാണ് വിശ്വാസം. അപ്പോൾ യൂട്യൂബ് ഉണ്ടെങ്കിൽ ഇലുവിനും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള മെമ്മറബിൾ മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് വെക്കണം, ഇടുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് യൂട്യൂബിൽ ഇടാൻ ട്രൈ ചെയ്യുന്നു. സോ എഡിറ്റിംഗ് ഒക്കെ പോസിബിൾ ആകുന്നുണ്ടെങ്കിൽ, അത്രയ്ക്ക് വലിയ എഡിറ്റിംഗ് ഒന്നും നമുക്കറിയില്ല, അറിയാവുന്ന പോലെയൊക്കെ ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാപ്പി ബർത്ത്ഡേ കമന്റിൽ ഇടണം. ദെൻ ഇലുവിന്റെ ക്യൂട്ടായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇടും. ചിലപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചില വീഡിയോസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാറുണ്ട്. വലിയൊരു ആക്റ്റീവായിട്ട്, കാരണം നമ്മൾ ജോലിന്റെ കാര്യങ്ങളായിട്ട് ബിസി ആയതുകൊണ്ടാണ് കൂടുതൽ ബ്ലാ 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 പറഞ്ഞാൽ ഇവർക്ക് ബോറടിക്കും അല്ലേ? സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഈ ഒരു മൊമെന്റിൽ ഒത്തിരി പേരോട് താങ്ക്സ് പറയാനുണ്ട്. കാരണം 1 year ഞങ്ങളോടൊപ്പം നിന്ന ആൾക്കാര്, സോ റിയൽ ഫേസ് നമ്മൾ തിരിച്ചറിയുന്ന പ്രഗ്നൻസി ടൈമിലാണ്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ട്രൂ. റിയൽ ഫേസസ് ഓഫ് ആൾക്കാരുടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പ്രഗ്നൻസി ജേണിയിലാണ്. എൻ്റെ കൂടെ നിന്ന് ഒത്തിരി ആൾക്കാർ, എൻ്റെ മാത്രമല്ല, ഞങ്ങൾ ഒരാൾ സിംഗിളായിട്ട് പാരൻറ്റിങ് പോസിബിൾ വെരി ഡിഫിക്കൽട്ടാണ്. സോ ഞാൻ എൻ്റെ കൂടെ നിന്ന ആൾക്കാർ, സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, എസ്പെഷ്യലി ഫ്ലാറ്റിലുള്ള ആൾക്കാർ നമ്മളെ ഫ്രീക്വൻ്റ് ആയിട്ട് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ട്, ഹെൽത്ത് ഓക്കെ ആണോ, ഫുഡ് കഴിച്ചോ, എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവരതേപോലെ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള എല്ലാവരും. പിന്നെ ഇലുവിന്റെ ആക്ച്വലി ഇലുവിന്റെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. കാരണം ഇവര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇലുവിനെ അല്ലെ. എന്റെ ഫാമിലി എന്നെയാണ് കെയർ ചെയ്യുക, ഇവരുടെ ഫാമിലി ഇലുവിനെയാണ് കെയർ ചെയ്യുക. സോ ഞങ്ങളുടെ ഫസ്റ്റ് ഗ്രാൻഡ് ഡോട്ടറാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര കാത്തിരുന്ന് വന്ന കൺമണി എന്ന് പറയത്തില്ലേ, അങ്ങനെ വന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കാണും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സമയത്ത് നമുക്ക് താങ്ക്സ് ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് ഇതുവരെ ഇലുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ. എന്ന് വരുന്നോ ആ സമയത്ത് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവര് ഓൺലൈനിൽ എല്ലാം ഇങ്ങനെ കാണും. വീഡിയോയില് കണ്ടാ ഭയങ്കര ഇഷ്ടം, വർത്താനൊക്കെ പറയും. നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. 1 വയസ്സായി. അടുത്ത മാർച്ചിൽ ഞങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു.
അപ്പൊ കാണുന്നുണ്ടെങ്കിൽ ഹായ് ഗിഫ്റ്റ് എല്ലാം നമുക്ക് റിസീവ് ചെയ്തു. താങ്ക് യു. പിന്നെ സ്പെഷ്യലായിട്ട് കാരണം ഇത് എന്തായാലും നമ്മൾ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും കാണും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ താങ്ക് യു പറയുന്നത്. ഫ്ലാറ്റിലുള്ള എല്ലാവരും ഞാൻ താങ്ക് യു പറഞ്ഞു. അതേപോലെ ഞങ്ങളുടെ ഓഫീസിലുള്ള സ്റ്റാഫ്. ഇതിൽ എനിക്ക് സ്പെഷ്യൽ മെൻഷൻ പറയാനുള്ളത് രഞ്ജിത്ത്, സുബിന്റെ ബ്രദർ ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ ഞാൻ വോമിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഫുഡൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചു വന്നുകൊണ്ടിരുന്ന കുറേ കുട്ടികൾ, കുറേ സ്റ്റാഫ്, താങ്ക് യു വെരി മച്ച്. പിന്നെ സ്പെഷ്യലായിട്ട് എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത് ജ്യോതിയാണ്. ബിക്കോസ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി 5 months ഓൺവേഴ്സ് എൻ്റെ കൂടെ, ഞങ്ങളുടെ കൂടെ അല്ലേ ശരവൺ ചേട്ടാ, അല്ലേ ശരവൺ ചേട്ടാ എന്തെങ്കിലും പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. പ്രഗ്നൻസി ഒരു ടൈമിൽ ആദ്യത്തെ ഒരു 3 months ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഈച്ച് ആൻഡ് എവറിത്തിങ്ങിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തതാണ്. ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് വന്നില്ല, എന്നാലും വരുമായിരിക്കും. ഓക്കെ, ദെൻ ഫാമിലി, അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. ആദ്യത്തെ എൻ്റെ പേഴ്സണലി സംബന്ധിച്ച് പറയുവാണെങ്കിൽ എൻ്റെ മമ്മി, പപ്പ, ഏതൻ, ലിജി, എൻ്റെ മീൻസ് ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്ന് ഈ ഒരു ജേർണി എന്നെ കംപ്ലീറ്റ് ചെയ്ത് ഒരു 1 year സക്സസ്ഫുൾ ആക്കാൻ സഹായിച്ചവനാണ്. താങ്ക് യു സോ മച്ച്. ഇത് ശരവൻ ഇതെന്ന് വെച്ചാൽ എനിക്ക് ശരവൻ ചേട്ടന് താങ്ക്സ് പറയേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു ജേർണിയാണ്. പിന്നെ ശരവൻ ചേട്ടൻ എല്ലാവർക്കും അറിയാം, സ്പെഷ്യൽ ഭയങ്കര കെയർ ചെയ്ത ഒരാളാണ്. എൻ്റെ പ്രഗ്നൻസി ജേർണി എനിക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതേപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ ടൈം അതൊക്കെ ബ്യൂട്ടിഫുൾ ആക്കി തന്നു. വളകാപ്പ്, അമേസിങ് വളകാപ്പ്, സൂപ്പർ വളകാപ്പ്, മെമ്മറബിൾ വളകാപ്പ്. ഇപ്പൊ ഇവര് പറയുന്നുണ്ട്, ഞാൻ കരയൊന്നും കരയത്തില്ല. ഓക്കെ, അപ്പൊ അത് അടിപൊളിയായിട്ട് അതും എല്ലാവരും കൂടെ വന്ന് ചെയ്തു തന്നു. അതിനെല്ലാത്തിനും താങ്ക് യു. ഇതൊന്നും എനിക്ക് പേഴ്സണലി താങ്ക് യു അന്ന് പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ എനിക്കറിയാം ഇപ്പൊ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ടാറ്റ ബൈ ബൈ. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും വിഷസിന് താങ്ക് യു, ഗിഫ്റ്റിന് താങ്ക് യു, ഇത്ര നേരം കേട്ടിരുന്നതിന് താങ്ക് യു. ജിൻസി ചേച്ചിയോട് ഞാൻ ഓൾറെഡി താങ്ക് യു പറഞ്ഞതാ. ജിൻസി ഞങ്ങളുടെ കൂടെ വന്നത് ഇലുവിന്റെ 4 month മുതലാണ്, 4ാമത്തെ മാസം മുതലാണ്. ജിൻസി ഇവിടെ വന്നതിന് ശേഷം ഒരു മന്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ ജിൻസി? 1 month ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം എനിക്കൊന്ന് ഓഫീസിലേക്ക് എപ്പോഴും പോകാൻ പാടായിരുന്നു. പിന്നെ ജിൻസിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാനും ശരവൻ ചേട്ടനും ഓഫീസിൽ പോവുക. ബിക്കോസ് ഞങ്ങൾക്ക് പകരം ജിൻസി ഇലുവിനെ ടേക്ക് കെയർ ചെയ്യും. അത് നമ്മുടെ ഒരു കോൺഫിഡന്റ് ആണ്. അത്രയും കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഒരാളെ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര പാടാ അല്ലേ ജിൻസിയ? ജിൻസി അമ്മ എങ്ങനെ കൈ കാണിച്ചോണ്ടിരിക്കുന്നു. ജിൻസമ്മയുടെ തോളെ കിടന്നിലും ഉറങ്ങുവാണ്. അത് എനിക്ക് ശരിക്കും കിട്ടിയ എന്റെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും എനിക്ക് പോസിറ്റീവ്നെസ് തന്ന ആൾക്കാരാട്ടോ. അത് ഞാൻ ചിന്തിച്ചോണ്ടാണോന്ന് എനിക്കറിയാം. എല്ലാവരും എനിക്ക് നല്ല ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജിൻസി എനിക്ക് നല്ല ആളായിട്ടാണ് കിട്ടിയ, ജ്യോതി എനിക്ക് നല്ല ആളായിട്ടാണ് കിട്ടിയ. എല്ലാവരും നല്ല ആൾക്കാരാണ്. ശരവൻ ചേട്ടൻ അതിലും നല്ല ആളാണ്. ഇതെല്ലാം പറഞ്ഞു തന്നാ വൈകുന്നേരം എനിക്ക് ബൗണ്ടറി മേടിച്ചതാണ് ശരവൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ശരവൻ ചേട്ടൻ ഭയങ്കര നല്ല. ഞാൻ പിന്നെ ശരവൻ ചേട്ടൻ ഒത്തിരി പുകഴ്ത്തി പറയത്തില്ല അല്ലേ, അതെല്ലാവർക്കും അറിയാം. എപ്പോഴും ഒരു ദിവസത്തിൽ ഞാനൊരു 150 തവണ ശരവൻ ചേട്ടൻ എന്ന് പറയും. അത് തന്നെ അറിയാലോ, നമ്മൾ അത്രയും ഇഷ്ടമുള്ളതാണ് അല്ലേ ശരവൻ ചേട്ടാ? ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അത് വേറൊരു കാര്യമുണ്ടേ, ഒരാളെയും കൂടെ എനിക്ക് പറയാനുണ്ട്. ആരാന്ന് ചോദിച്ചാൽ ജിൻസിന്റെ ഫാമിലി, ജിൻസിന്റെ കുഞ്ഞു പിള്ളേര്. ജിൻസിന്റെ കുഞ്ഞു പിള്ളേർ ഇലുവിന് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ അവർ കാണും അല്ലേ, ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ കാണാം. അപ്പൊ ഹായ് 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 ഹായ്. കുഞ്ഞു പിള്ളേര് 2 മക്കള്, ഇലുവിന്റെ ചേച്ചിമാര്. ഇലുവിനും അവർ ഭയങ്കര ഫേവറേറ്റ് ആണ്. സോ എല്ലാവർക്കും താങ്ക് യു പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആരെയും ഞാൻ വിട്ടുപോയിട്ടില്ലെന്ന് ഓർക്കുന്നത്. ആൻഡ് വൺസ് അഗെയിൻ സ്പെഷ്യൽ മെൻഷൻ ടു അനന്തു ആൻഡ് ബിബിൻ. കാരണം വീഡിയോസ് എടുത്ത എല്ലാ കാര്യങ്ങളും എനിക്ക് സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് തന്നവരാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ അത് പറയണം ഡെഫിനറ്റ്ലി. റോയ് സാർ എന്ന് പറഞ്ഞ ശരവൻ ചേട്ടൻ്റെ ഒരു ചേട്ടനാണ്. റോജി സാർ ഈ വീഡിയോ കാണൂല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ചിലപ്പോൾ ചേച്ചി കാണുമായിരിക്കും. ഞാൻ ചേച്ചിയോട് ഈ ഒരു മൊമെന്റ്, ഈ ഒരു മിനിറ്റ് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കാം. റോജി സാറിന്, മാത്തപ്പന്, ചേച്ചിക്ക് താങ്ക് യു സോ മച്ച്. അവർ നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട് കേട്ടോ. ചേച്ചിയെല്ലാം ഭയങ്കര കാര്യമാണ്. ഇലുവിന് എല്ലാവർക്കും കേട്ടോ, വന്ന എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അരുൺചാറിന് താങ്ക്സ്. അരുൺചാറിന് ഞാനും കൂട്ടല്ല, ഞങ്ങൾ കൂട്ടുപറ്റി. വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ. മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ബ്ലെസ്സിങ് വെച്ചിരുന്നു, അവള് മിസ് ചെയ്തു. പിന്നെ വരാൻ പറ്റാത്ത എല്ലാവരും ഞങ്ങൾ നന്നായി മിസ് ചെയ്തു. ഓക്കെ, സോ താങ്ക് യു അല്ലേ. ഞാനിപ്പോ എത്ര താങ്ക് യു പറഞ്ഞു. ഈ താങ്ക് യു എല്ലാം വൺസ് അഗെയിൻ അല്ലേ. ഓക്കെ, സോ ഇതെല്ലാം പൂട്ടി കെട്ടി
ഇതൊരു വീഡിയോ ആക്കി പുറത്തിറക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഓക്കെ, വൺസ് അഗെയിൻ എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും ഇലുവിന്റെ നല്ല പേരൻസ് ആവാൻ ഞങ്ങൾക്ക് പറ്റട്ടെ എന്നാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. താങ്ക് യു സോ മച്ച്. ബൈ.